നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിച്ചുക്കുട്ടൻ ചേട്ടാ, പ്രസാദ് ചേട്ടാ. നമസ്കാരം. സുഖമല്ലേ? ബാക്കി വിശേഷം പിന്നെ ഒരു സ്കിറ്റ് എടുക്കട്ടെ. ആദ്യം രാജിമോനുണ്ട്, വിഷ്ണു ഉണ്ട്, അഭിലാഷ് ഉണ്ട്. ഒരു നല്ല കൈയ്യടി കൊടുത്താൽ കയറിപ്പോയി. ആരാടാ ഇത്? ഹലോ, നീ എവിടെയാടാ? ഞാൻ വീട്ടിലല്ല. പിന്നെ എവിടാ? ഞാനിവിടെ ഫ്ലാറ്റില്ല. കുറച്ച് നാളായിട്ട് എനിക്ക് ഉറക്കമില്ല, പകല് രാത്രിയിലൊന്നും കേട്ടോ. അതിനിപ്പോ ഞാൻ താരാട്ട് പാടി തരണ? താരാട്ട് പാടുന്ന കാര്യമല്ല പറഞ്ഞ. ഞാൻ എന്റെ മോനോട് ഞാൻ പറഞ്ഞു നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന്. അപ്പൊ ആ ചെറുക്കൻ പറഞ്ഞു എന്തായാലും അച്ഛൻ ഉറക്കമില്ലല്ലോ, എന്നാ പിന്നെ ഒരു സെക്യൂരിറ്റി ആയിട്ടാ ഫ്ലാറ്റിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തിയേക്കുവാ എന്നെ. നല്ല മോനാ. എന്തിനാ വിളിച്ചേ? എടാ എന്റെ മോന്റെ പിറന്നാളാടാ, അതുകൊണ്ട് വിളിച്ചതാ. ആണോ? എപ്പോഴാ? നാളാ. എന്റെ പൊന്നെ, എനിക്ക് വരാൻ പറ്റത്തില്ല. എന്താണെന്നറിയാമോ, നമ്മുടെ ഈ ഫ്ലാറ്റിൽ ഒരു സെലിബ്രിറ്റി താമസിക്കുന്നുണ്ട്, ഒരു സിനിമാകാരൻ. ആ പുള്ളിക്കാരൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഭയങ്കര തിക്കും തിരക്കും, അതുകൊണ്ട് സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആക്കിയേക്കുവാ. അപ്പൊ നാളെ വൈകിട്ട് ഞാൻ അങ്ങ് വന്നേക്കാം. ശരി ശരി. വളിച്ചത് തിന്നാനാ നമുക്ക് യോഗം. ഈ ഫ്ലാറ്റിലല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ വിഷ്ണുദാസ് സാർ താമസിക്കുന്നത്? സൂപ്പർ സ്റ്റാർ ഇവിടെ താമസിക്കുന്നത് നീ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളത് ഒളിച്ചു വെച്ചേക്കുമല്ലായിരുന്നോ? ഒളിപ്പിച്ച് വെക്കാനായിട്ട് പുള്ളി ഇവിടെ വേറെ കേസിലൊന്നും വന്ന് താമസിക്കുമല്ലോ. എടാ അതല്ലെന്ന്, നീ ഇതൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്ന ഇവിടെ എന്തിനാ കയറി വന്നാ എനിക്ക് അറിയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുള്ളിയുടെ ഒരു ആരാധകനാ. ആരാധന മൂത്ത് 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 പുള്ളിയെ കാണാൻ വേണ്ടിട്ട് ഞാൻ വന്നതാ. നിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോഴേ അറിയാം നിനക്ക് ആരാധനയല്ല മൂത്തത്, പിന്നെ മുടിഞ്ഞ ഭ്രാന്താ മൂത്തത്. അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടാ, എനിക്ക് പുള്ളി ഒന്ന് കാണണം, പുള്ളിയുടെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കണം, തിരിച്ചു പോകണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. എന്റെ പൊന്നെ, അത് നടക്കത്തില്ല ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ പറയില്ല, വേറൊന്നുമല്ല. എന്റെ അച്ഛൻ പോയിട്ട് പോലും എനിക്ക് വിഷമമില്ല. എനിക്ക് പുള്ളിയെ കണ്ടില്ലെങ്കിൽ കാലും കയ്യും ഒന്നും പിടിക്കണ്ട, ഇതൊന്നും നടക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ MD ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. നീ തൽക്കാലം പോ. എന്റെ ചേട്ടാ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് പൊക്കോളാം ചേട്ടാ. അത് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലയോ ചേട്ടാ? ഞാൻ ഒരുപാട് ദൂരം വന്നിട്ടാണ് ഒരു ഫോട്ടോ എടുത്ത്. അത്ര ഇഷ്ടമുള്ളതുണ്ടോ സാറിന്? എടാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവത്തില്ല. നീ ഒന്ന് പോയി തരാമോ ഇവിടുന്ന്? ഞാനൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതൊരു 2000 രൂപയുണ്ട്. ഇതെങ്കിലും മേടിച്ചിട്ട് ചേട്ടൻ എനിക്ക് പുള്ളിയോട് കൂടി ഒരു ഫോട്ടോ എടുക്കാൻ അവസരം ഒരുക്കി തരണം. അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു മനസാക്ഷി കാണിക്കുക ചേട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനിവിടെ മാനമര്യാദയായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്പം പ്രാരാബ്ദമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് 10 പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അറിയാമോ? അതുകൊണ്ട് നീ ഈ പൈസ എന്റെ ഷർട്ടിന്റെ പോക്കറ്റിലെങ്ങാനും വെച്ചാൽ എന്റെ സ്വഭാവം മാറും. പാന്റിന്റെ പോക്കറ്റിലോട്ട് വെച്ചാൽ പാന്റിന്റെ പോക്കറ്റിലോട്ട് വെച്ചാല്. അപ്പൊ ഇതായിരുന്നു ഭണ്ഡാരപ്പെട്ടി. അത് പറഞ്ഞാ പോരായിരുന്നു. പിന്നെ ഞാൻ ആ പൈസ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 150 രൂപ എടുക്കണം. എന്തിനാ? എന്നിട്ടൊരു നിക്കർ മേടിച്ചിട്. അത് ഞാനല്ലേ ഞാനൊരു കാര്യം പറയാം. നീ എനിക്ക് പൈസ തന്നു, ഞാനത് വാങ്ങിച്ചു. ദൈവത്തെ ഓർത്ത് ഇത് ആരോടും പറയല്ലേ. എന്റെ ജോലി പോവും, അതുകൊണ്ടാ പറഞ്ഞില്ല. ഞാൻ പറയത്തില്ല. ഇനി ഇപ്പൊ ആരെങ്കിലും നിന്നെ കണ്ടു കഴിഞ്ഞാലേ എന്റെ അളിയനാണെന്ന് പറഞ്ഞാ മതി. അത് ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട്. സെലിബ്രിറ്റി താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ അറിഞ്ഞെന്നുള്ളത് ആരോടും പറയല്ലേ. ഇല്ല, എന്റെ ജോലി പോവും, അതുകൊണ്ടാ. ദൈവത്തെ ഓർത്ത്. എനിക്ക് ദൈവം ഏതോ വലിയ വീട്ടിലെ പട്ടി കുറച്ചോണ്ട് വരുന്നുണ്ട്. പട്ടിയല്ല, എന്റെ MD-യാ. ബാബു എന്ന് വിളിച്ചതാ എന്നെ. റിസപ്ഷനിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. അതായത് 202-ാമത്തെ റൂമില് പൈപ്പ് പൊട്ടിക്കിടപ്പുണ്ട്. അതൊന്ന് നോക്കണം. ഇവിടെ എന്തായിരുന്നു ഒരു ബഹളം? ഒന്നുമില്ലായിരുന്നു. അതാരാ അത്? അത് എന്റെ അളിയൻ. എന്താ വന്നത്? ഞാന് അളിയനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. അളിയനെ കാണാൻ പെങ്ങള് പറഞ്ഞ അളിയന്റെ കയ്യിൽ നിന്ന് ഒരു 2000 രൂപ മേടിച്ചോണ്ട് പോവാൻ. ബാബു ആ പൈസ കൊടുത്തിവിടെ. പൈസ ഇല്ല കയ്യില്? ഒരു കാര്യം ചെയ്യ്, ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. Google Pay നമ്പർ പറ. 98. ഞാൻ കൊടുത്തോളാം. കൊടുത്തു. ബാബു ഇവിടെ വന്നിട്ട് മാജികൊക്കെ പഠിച്ചിട്ടുണ്ടോ? എന്ത് സാറേ? മാജിക്ക് പഠിച്ചിട്ടുണ്ടോ? കാലിന്റെ അടിയിൽ നിന്നൊക്കെ പൈസ എടുക്കുന്നു ചില അവസ്ഥയിൽ. അങ്ങനെ കൊള്ളാം. വളരെ ഉപകാരം. നിങ്ങൾ ഇവിടെ കറങ്ങരുത്. ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ വന്ന് താമസിക്കുന്നുണ്ട്. വിഷ്ണു സാർ, അറിയത്തില്ലേ? ഇവിടെയോ? ഇവിടെ താമസിക്കും. ഈ ഫ്ലാറ്റിൽ ഇവിടെ താമസിക്കും. ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എന്റെ അമ്മച്ചിയാണ്, എന്റെ 2 മക്കളാണ്. തറയാണ് സത്യം. പുള്ളി ഇവിടെ ഉണ്ട്. അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്. പുള്ളി ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നെന്നുള്ള എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നൊരു ആലങ്കാരികമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അങ്ങനെ പറഞ്ഞു പോയ സാറിന് പരിചയമുണ്ടോ പുള്ളിയെ?
പരിചയമുണ്ടോന്നോ? ഈ കഴിഞ്ഞ ഓണത്തിന് വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്ന് സദ്യ കഴിക്കാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞു ഇവന് കനാലിൽ ഒറ്റത്തോർത്ത് കൊണ്ട് ചാടണമെന്ന്. കനാലിൽ കണ്ടൊന്നോ ചാട്ടമായിരുന്നറിയാവോ? ചാട്ടവും മറിച്ചിലും. പിന്നെ എന്റെ ഡിന്നറിന് വിളിച്ചു. ഞാൻ പോയില്ല. എന്നോട് ഇച്ചിരി പിടക്കത്തിലൊക്കെയാ. ഓക്കെ, കാണാം. നല്ലൊരു മനുഷ്യൻ, വെറും പാമ്പിടിച്ചവനാന്ന് തോന്നുന്നു. നീ തോന്നിയവാസം കാണിക്കരുത്. നീ എനിക്ക് പൈസ എന്നുള്ളത് തന്ത്രപൂർവ്വം തിരിച്ചങ്ങ് വാങ്ങിച്ചില്ലേ? നീ ഇങ്ങനത്തെ ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ഫോട്ടോ എടുക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാനിവിടെ കളത്തറൊന്നും പറഞ്ഞില്ല. താനാ പറഞ്ഞ ഞാൻ തന്റെ അളിയനാന്നും പറഞ്ഞ് എന്റെ കാശ് മേടിച്ചു. നീ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. ഇവിടെ തെളിവുണ്ട്. സൂപ്പർ സ്റ്റാർ സാർ ഒരു സെൽഫി എടുത്തോ സാർ, ഒരു ഫോട്ടോ എടുത്തോ സാർ. ഞാൻ തോളലോട്ടം കേറാ. നീ ഇവിടെ വെട്ടമില്ലെന്ന്. എടാ പെട്ടെന്ന് എടുക്ക്, സാറിന് ധൃതി ഉണ്ടെന്ന്. ടൈമർ വെച്ചേക്കാൻ. എത്ര ഇട്ടേക്കുന്നേ? 100. അയ്യോ, ഈ ആഴ്ചയിൽ എടുക്കാൻ പറ്റുമോ? ബാബു, ഞാൻ എടുത്തു കൊടുക്കട്ടെ? ഞാൻ എടുത്തു തരാം. സാർ എടുത്ത് 1 2 3 ഫ്ലാഷ് ഇടണോ? വേണ്ട, ഞാൻ ഫ്ലാഷ് ആക്കിക്കോളാം. ഓക്കെ, 1 2 3 1 2 3 1 2 3. ഓക്കെ ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ സാർ, ഓക്കെ വിഷ്ണു. ഓക്കെ. എന്റെ ദൈവമേ, എന്റെ ജീവിതാഭിലാഷമായിരുന്നു സത്യം പറഞ്ഞ. ഞാൻ എത്ര നാളുകൊണ്ട് കൊതിക്കുന്ന ഒരു ദിവസമാണെന്നറിയോ? അതെനിക്ക് സാധിച്ചു. എന്റെ പൊന്ന് സാറ്, എന്റെ പൊന്നെ അളിയ. പൈസ തരാം. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു, ഫോട്ടോ ഒന്ന് കാണിച്ചു. അയ്യോ അയ്യോ, ഫോട്ടോ എവിടെ? ഫോട്ടോ എവിടെ? അയ്യോ സാറേ, ഇത് രേഖ മാത്രമേ ഉള്ളൂ. എടാ പ്രാന്ത, ക്യാമറക്കകത്ത് വിരൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. എനിക്ക് ഫോട്ടോ വേണം, എനിക്ക് ഫോട്ടോ വേണം. ദൈവമേ, ഞാൻ എന്ത് അയാൾ പോവുകയും ചെയ്തു. ഞാൻ എത്ര ദിവസം ആഗ്രഹിച്ച് എനിക്ക് ഫോട്ടോ എടുക്കണം. അതായത് നമുക്ക് ശരിയാക്കാതെ പണമില്ല, ശരിയാക്കട്ടെ. എനിക്കൊരു പേപ്പർ പേന വേണം. എനിക്കൊരു പേപ്പർ പേന ഞാൻ കൊടുക്കും. ഫോട്ടോ എടുത്ത് കൊടുക്കാനോ പറ്റിയില്ല, ഫോട്ടോഗ്രാഫി വാങ്ങിക്കാനായിരിക്കും. പുള്ളിയുടെ ഓട്ടോഗ്രാഫ് എനിക്ക് കിട്ടില്ല. സാറിന്റെ ഓട്ടോഗ്രാഫ്. ഞാൻ ഓട്ടോഗ്രാഫ് തരാം കേട്ടോ. ഓക്കെ, ഇടിക്കുള പെട്ടെന്ന് അത്രയും കാര്യമുള്ളൂ, അത്രയും കാര്യമുള്ളൂ. ഇതേ ഉള്ളു കാര്യം. എനിക്കിത് മതി, എനിക്കിത് മാത്രം മതി. അയ്യോ സാറേ, ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ? എന്തായിരുന്നു? എന്റെ മരണത്തിന് കാരണം ഈ ഇടുക്കുള എന്ന് പറയുന്ന ആളാണ് എന്ന്. നോക്കിക്കോ, നിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഈ ഫ്ലാറ്റിന്റെ മേളിൽ ഞാൻ എടുത്ത് ചാടും. എനിക്കൊരു ഫോട്ടോ. ഒന്നും ചെയ്യല്ലേ സാറേ, ഇവൻ ചത്തു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും അകത്താകും. അയ്യോ, അതുകൊണ്ട് സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാനിപ്പോ എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയട്ടെ, സാറിന് വലിയ ബന്ധമുള്ള ആളല്ലേ, അപ്പൊ ഒന്ന് വിളിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് എനിക്ക് വലിയ ബന്ധമൊന്നും ഇല്ല. 14 ദിവസം പുള്ളിയുടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ട് പുള്ളി സമ്മതിച്ചിട്ടില്ല. എടാ, എന്നിട്ട് താനല്ലേടോ പറഞ്ഞ താൻ ഓണത്തിന് സദ്യക്ക് വന്ന് തന്റെ കൂടെ ഒറ്റത്തോർത്തെടുത്ത് ബെഞ്ചായി പോയിട്ട് വെള്ളത്തിലൊക്കെ കുളിച്ച്. ഒരു കാര്യം ഞാൻ പറയാം, താൻ എന്റെ കാശ് മേടിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും. എനിക്ക് ഫോട്ടോ എടുത്ത് തരാം. ഞാൻ നിന്റെയൊക്കെ പേര് എഴുതി. സാറേ, അതെ, അടുത്ത ആഴ്ച നയൻതാര വരുന്നത്. നീ വേണം കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുത്തു. സാറേ, ഫോൺ അടിക്കും, നോക്കട്ടെ. സാറിന്റെ പിയെ വിളിക്കും. എടുത്തോട്ടെ. ഹലോ, പറ. ഫ്ലൈറ്റ് മിസ്സായോ? കുഴപ്പമില്ല, സാരമില്ല, നേരെ പോരെ. നമ്മുടെ ഫ്ലാറ്റിന്റെ പുറത്ത് ഏർപ്പാടുണ്ട്. അല്ലല്ല, ഈ ഹെലിപ്പാഡുണ്ട്, അവിടെ വന്നാൽ മതി. അപ്പം നമുക്ക് അങ്ങ് പോവാം. ഓക്കെ, ഓക്കെ, പെട്ടെന്ന് പോരെ കേട്ടോ. ഓക്കെ ഓക്കെ. അതെ, സാറിന്റെ ഫ്ലൈറ്റ് മിസ്സായി. അതുകൊണ്ട് സാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്റെ ഭാഗ്യവാടാ, കേട്ടോ. ഇപ്പൊ എനിക്ക് ഫോട്ടോ എടുക്കാം. അത് മതി, എനിക്ക് ഫോട്ടോ എടുത്ത് തന്നാ മതി. വിഷ്ണു സാർ വരുന്നുണ്ട്, വിഷ്ണു സാർ വരുന്നുണ്ട്. സാറേ, ഒരു മിനിറ്റ്. അതായത് മുമ്പേ ഞാൻ ഫോട്ടോ എടുത്തില്ല പുള്ളിയുടെ, അത് ബ്ലറായി പോയത്. അത് സാറിന് എടുക്കാൻ അറിയാൻ വയ്യത്തുണ്ടായിരുന്നു. അതല്ല, അത് എടുത്തു കൊടുക്കാൻ വേണ്ടി ഒന്ന് എടുത്തു ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഞാൻ എടുത്തു തരട്ടെ? വേണ്ട വേണ്ട, ചേട്ടൻ എടുത്താ മതി. ഞാൻ എടുക്കണോ? മതി. കൈ വെച്ചിട്ടില്ല ക്യാമറയിൽ. ആ ക്യാമറയുടെ അടുത്ത് കൈ മാറ്റിട്ട് വെച്ചിട്ടില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. ഇത് മതി, ഇത് മതി, ഇത് മതി. എന്റെ ദൈവം, എനിക്ക് ഇത് മാത്രം മതി. താങ്ക് യു. വേറൊന്നും തോന്നാ, നേരത്തെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. വേറൊന്നും വിചാരിക്കല്ലേ. എടുത്ത് കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. സമാധാനമായിട്ട് പോകല്ലോ. നാട്ടിൽ പോയി ഷൈൻ ചെയ്യേ. അത് ഞാൻ ചെയ്തോളാം. എന്റെ ദൈവമേ. ഓക്കെ അല്ലേ?
ഫോട്ടോ എവിടെ? ഫോട്ടോ ഉണ്ട്, 2 ഫോട്ടോ ഞാൻ എടുത്തതാ. എവിടെയാണോ ഫോട്ടോ? നിനക്ക് നോക്കാൻ അറിയാൻ വേണ്ട. ഫോട്ടോ എവിടെ? ഫോട്ടോ ഞാൻ എടുത്തതാ. താൻ എവിടെ പിടിച്ച് ഫോട്ടോ എടുത്തത്? താണ്ട് ഈ സ്വിച്ച് പിടിച്ച് നിൽക്കുക. ദൈവമേ, സ്വിച്ച് ഓഫ് ബട്ടറി പിടിച്ച് ഞെക്കിക്കൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടാണ് പുള്ളിയെ ഫോട്ടോ എടുത്തത്. എനിക്ക് വയ്യ. ഇതിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഞാനിത് കാണിച്ചെടുക്കട്ടെ. ഇനി ഞാൻ എന്ത് ചെയ്യും പുള്ളിയുടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട്? റെഡിയാക്കാം. എനിക്കൊന്നും കേൾക്കണ്ടതല്ലേ പറഞ്ഞത്? അയ്യോ ദൈവമേ, എന്റെ സൂപ്പർ സ്റ്റാർ നാട്ടു പോകുന്നു. അയ്യോ, ഇനി ഞാൻ പേപ്പർ സാറിന്റെ പേര് എഴുതിയിട്ടേ ആത്മഹത്യ ചെയ്യണ്ടായോ? വേണ്ട, പേരിനൊരു മാറ്റമുണ്ട്. എന്തുവാ? സാറിന്റെ പേര് എഴുതി വെച്ചിട്ടല്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണത്. തന്റെ പേര് എഴുതി വെച്ചിട്ടാ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണത്. സാറേ ബാബു നല്ലൊരു കൈയടി വരട്ടെ. നസീർക്ക കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാധനമായിരുന്നു. ഒരു സെലിബ്രിറ്റിയെ കാണാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ആരാധകൻ വരുന്നു. അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. പക്ഷേ കൗണ്ടർ ഏരിയകൾ കുറവാണതിൽ. മൊത്തത്തിൽ ഒരു ചിരിയുടെ മയം ഇല്ലായിരുന്നു. അതാണ് പറ്റിപ്പോയി. നല്ല ത്രെഡായിരുന്നു കേട്ടോ. ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ ചിരിപ്പിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. നിങ്ങൾ ചിരിപ്പിക്കണം, ചിരിപ്പിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ അതേപോലെ ചിരിപ്പിച്ചവരുവാ. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങൾ തപ്പിയെടുത്ത് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത പ്രാവശ്യം നന്നാക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദ് ഏട്ടാ. രാജിമോൻ്റെ പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. ആ പോക്ക്, ആ ഓട്ടം, തിരിച്ചു വരുന്നു, ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാനുള്ള ആ ഒരു വെപ്രാളം, അതിൻ്റെ മനപ്രയാസം. ഇതിനകത്ത് ചിരിച്ചുപോയ ഒരു സംഭവം എന്ന് വെച്ചാൽ കൈക്കൂലി കൊടുത്ത ശേഷം ഒരു കൗണ്ടർ അടിക്കുന്നുണ്ട്, ഒരു അണ്ടർവെയർ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഏരിയയൊക്കെ നമ്മളൊന്ന് ചിരിച്ചു എന്നല്ലാതെ ടോട്ടലി നസീർ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമും ത്രെഡൊക്കെ ആയിരുന്നു നിങ്ങളുടെ. ശരിക്കും നല്ല ആംബിയൻസും ഒക്കെ ആയിരുന്നു സംഭവം. ഇങ്ങനത്തെ ഒരു ത്രെഡ് കണ്ടിട്ടില്ല. പക്ഷേ ഈ കോമഡി കുറച്ചുകൂടെ കൂട്ടിയാൽ കുറച്ചും കൂടെ നന്നാകുമായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെപ്പോഴും നല്ല കൗണ്ടേഴ്സ് കൊണ്ടുവന്നിരുന്നിട്ടുള്ള ആളുകളാണ്, ചിരിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ഗംഭീരമാകട്ടെ അടുത്ത പ്രാവശ്യത്തെ സ്കിറ്റ് എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ചേട്ടാ. പറഞ്ഞ പോലെ ഇത് ഈ ഒരു ഐറ്റം നല്ല ചൂടാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റം ആയിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയില്ല, നന്നായിട്ട് തണുത്ത് പോയി. നിങ്ങളെ സംബന്ധിച്ചോളം അതൊരു ഭയങ്കര ഒരു തണുപ്പായിപ്പോയി. കാരണം നേരത്തെയൊക്കെ ഏറ്റവും കൂടുതൽ പൈസയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലേ. ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു കണ്ടന്റ് ആയിരുന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും, എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നല്ല എല്ലാ സ്ഥലങ്ങളിലും തന്നെ നിങ്ങളത് അത്തരത്തിലുള്ള ഒരു റിഹേഴ്സൽ കൂടുതൽ ഉണ്ടായിരുന്നില്ലേ? അല്ല, അങ്ങനെ ഇതിനകത്തൊരു ഇൻസിഡന്റ് ഉള്ളതുകൊണ്ട് അത് വെച്ച് കളിക്കാം എന്ന് തോന്നി. പക്ഷെ അത് നമുക്ക് എപ്പോഴും എഫക്റ്റ് ചെയ്യില്ല, അതാണ് പ്രശ്നം. കാരണം അത് അങ്ങനെ കളിക്കാൻ പറ്റിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് നിങ്ങൾ 3 പേരും നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചില കണ്ടന്റുകളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും കറക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല പെർഫോമിങ് ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ റെഡി ആക്കിയാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം മാർക്ക് തരുന്നത്? ഞാനൊരു 5000 രൂപ കൊടുക്കാം. 5000 രൂപ. പ്രസാദ് ഏട്ടാ? ഞാനൊരു 6000 രൂപ. 11000 രൂപ. എൻ്റെ ആണ്. ടോട്ടൽ 25000 രൂപ. അടുത്തതില് അജിമോൻ, എല്ലാരും ഉഷാറായിട്ട് സെറ്റപ്പായിട്ട് വരണം. ഓക്കെ ബാബു, ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് വാങ്ങിക്കണം കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ, സ്കിറ്റ് അല്ല, മോൺസ്റ്ററിന്റെ വരവാണ്. കുറച്ചാളായാലും ഒരു മോൺസ്റ്റർ വന്നിട്ട് 1-2 ഐറ്റങ്ങളുണ്ട് ആശാന്റെ കയ്യിൽ. അതെന്താണെന്നുള്ളത് നമുക്ക് വന്നിട്ട് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാം. അതാ നല്ലത്. വിളിക്കാം വയനാട്ടിൽ നിന്ന്. ലെറ്റ്സ് വെൽക്കം ജാബിർ ഷാ. ജാബിർ ഷാ, നമസ്കാരം. നമസ്കാരം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേരുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. വയനാട്ടിൽ നിന്നാണ് വരുന്നത്. നസീർക്ക, ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഒരു ഷോയിൽ? അതോ ഇതിനു മുമ്പ് കോമഡി ഉത്സവത്തിൽ ഓൾറെഡി വന്നിട്ടുണ്ട്? നമ്മുടെ കുടുംബാംഗം അതാണ് ചോദിച്ചത്. ഈ കുടുംബത്തില് നമ്മുടെ ഈ ഇതില് ആദ്യമായിട്ടാണ്. ഐറ്റം വേറെ ഫസ്റ്റ് ടൈമാ. ഓ ശരി. പക്ഷെ ഫ്ലവേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലേ? 100%. ഓക്കെ. അപ്പം എന്താണ് ഇന്നത്തെ അല്ലേ? ഇന്നത്തെ എന്താണ് നമുക്ക് തരാൻ പോകുന്ന വിരുന്ന്? പാട്ട്, പിന്നെ ചെറുതായിട്ടൊരു മിമിക്രി. അപ്പൊ ആദ്യം പാട്ടാണോ മിമിക്രി ആണോ? ആദ്യം പാട്ട്, മണിച്ചേട്ടന്റെ ഒരു എക്കാലത്തെ മികച്ചൊരു ഗാനമായ പെണ്ണെ പേടമാൻ എന്നുള്ള പാട്ടാണ്. അടിപൊളി.
പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്ത കവിളിൽ പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരക്കണ് നഖം കടിക്കണ് കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം പറയണതെന്താണ് പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്ത കവിളിൽ പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരക്കണ് നഖം കടിക്കണ് കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം പറയണതെന്താണ് കണ്ണിമാങ്ങ പെറുക്കിയെടുത്ത് കളിച്ചോർ നമ്മൾ കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞ് നടന്നോർ നമ്മൾ കണ്ണിമാങ്ങ പെറുക്കിയെടുത്ത് കളിച്ചോർ നമ്മൾ കണ്ണുകൊണ്ട് കഥകൾ പറഞ്ഞ് നടന്നോർ നമ്മൾ മുറ്റത്തെ മഴവെള്ളത്തിൽ കടലാസ് തോണിയിറക്കി മുറ്റത്തെ മഴവെള്ളത്തിൽ കടലാസ് തോണിയിറക്കി കളിവഞ്ചു തുഴഞ്ഞ് കളിച്ചൊരു കൂട്ടുകാർ നമ്മൾ പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്ത കവിളിൽ പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരക്കണ് നഖം കടിക്കണ് കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം പറയണതെന്താണ് മുറ്റത്തെ നാട്ടുമാവിലൊരു ഞാൽ കെട്ടി മുന്തിരിച്ചാറ് തോൽക്കും മുത്തം തന്നു മുറ്റത്തെ നാട്ടുമാവിലൊരു ഞാൽ കെട്ടി ഞാൻ മുന്തിരിച്ചാറ് തോൽക്കും മുത്തം തന്നു നീ മണ്ണപ്പം ചുട്ടു കളിച്ചത് മാൻപൂവിൻ കറികൾ വെച്ചത് മണ്ണപ്പം ചുട്ടു കളിച്ചത് മാമ്പൂവിൻ കറികൾ വെച്ചത് കളിവീട് പടിഞ്ഞ് കളിച്ചൊരു കൂട്ടുകാർ നമ്മൾ പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്ത കവിളിൽ പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരക്കണ് നഖം കടിക്കണ് കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം പറയണതെന്താണ് പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ നാണം പൂത്ത കവിളിൽ പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കരം വരക്കണ് നഖം കടിക്കണ് കണ്ണോണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ കിന്നാരം പറയണതെന്താണ് അല്ല ഇതല്ലാതെ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? ട്രാവൽ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും. വയനാട് തന്നെ. വയനാട്ടിൽ. ഈ പ്രൊഫഷണലായിട്ട് എത്ര വർഷമായി ഇതില് ഇങ്ങനെ പാടി? ഒരു 10 വർഷത്തിന് മുകളിലായിട്ട്. അവിടെ ട്രൂപ്പുള്ള വല്ല പാടുക വല്ലതും ചെയ്തു? ഞങ്ങൾക്കൊരു ടീം വയനാടൻസ് എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളൊരു ടീമായിട്ട് ഇങ്ങനെ പ്രോഗ്രാംസിന് പോവാറുണ്ട്. വയനാട്ടില് പ്രോപ്പർ എവിടെയാണ്? അതായത് മേപ്പാടി. അതായത് ഇപ്പോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലഡ് നടന്നതിന്റെ ഒരു 6 കിലോമീറ്റർ അടുത്താണ്. നിങ്ങളെ വല്ലതും ബാധിച്ചോ ഫ്ലഡ്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു 6 പേര് മരണപ്പെട്ടിരുന്നു. ഉമ്മച്ചിന്റെ സഹോദരി, മകന്, വൈഫ്, 3 കുട്ടികള് കണ്ടു കിട്ടിയിട്ടില്ല അവരെ. അതില് ബ്രദറിനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് അടുത്ത് നമുക്കൊരു മിമിക്രി. നമ്മുടെ ഫിറോസ് ചുട്ടി പറയില്ലേ, വ്ളോഗർ, ഫുഡ് വ്ളോഗർ, അദ്ദേഹത്തിന്റെ ഞാനങ്ങനെ വലിയ ഒരുപാട് വേദികൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഒന്നത്തെ പരിപാടി, നമുക്ക് നല്ല അടിപൊളി ഒരു ആടനെ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു മൂട്ടനാടനെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, പുഴുങ്ങല്ലേ, ചെമ്പിലിടുന്ന പുഴുങ്ങ കഴിക്കാൻ കൂടെ നിങ്ങള്. ഓക്കെ, പുഴുങ്ങിട്ട് നോക്കാം. അപ്പൊ പുഴുങ്ങ റെഡി ആയിട്ടുണ്ട്. നസീർക്ക ടേസ്റ്റ് ചെയ്ത് നോക്കി, എങ്ങനെയുണ്ട്, വന്നിട്ടുണ്ടോ? ഗംഭീരായിട്ട്. ഓക്കെ, വീട്ടിൽ നിന്ന് നോക്കിട്ടാ. ഓക്കെ, താങ്ക് യു. അടുത്തത്
അനിയപ്പൻ ചേട്ടൻ്റെ ജസ്റ്റ് അനിയപ്പൻ ക്രോണിക് ബാച്ചലർ. ക്രോണിക് ബാച്ചർ. സാധാരണയായിട്ട് ഈ അനിയപ്പന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ലെങ്ത് കുറച്ച് കുറവാണ്. രണ്ടും അടിപൊളി. കൊച്ചു പ്രേമൻ ചേട്ടൻ്റെ ജസ്റ്റ് ഓക്കെ. പൊട്ടി വിട്ടുള്ള ഏർപ്പാട് അതിത്ര ശരിയായില്ല കേട്ടോ. ഈ പൊട്ടി വിടുന്ന ബോർഡ് വെക്കുന്ന പൊട്ട് പൊടിക്കുന്ന ബോർഡ് വെക്കുന്നത് എന്തായിരിക്കും? അടിപൊളി. പിന്നെ MG സാറ് പാടിയ ഒരുപാട് മുന്നേ ഇറങ്ങിയ ഒരു ആൽബമാണ്. MG സാറ് പാടി ഹിറ്റാക്കിയ ഒരു ആൽബം സോങ്. അത് ജസ്റ്റ് ഒന്ന് ഓക്കെ. ആവാം. നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ നമ്മളിന്നും ഒന്നല്ലേടി നമുക്കൊരു മനമല്ലയോ പെണ്ണേ നീ എൻ്റെ സ്വന്തമല്ലയോ നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ നമ്മളിന്നും ഒന്നല്ലേടി നമുക്കൊരു മനമല്ലയോ പെണ്ണേ നീ എൻ്റെ സ്വന്തമല്ലയോ? ഹബീബി മൊഞ്ചത്തി ഇഷ്ടമൊരുക്കി തഞ്ചത്തി എൻ്റെ മുറാദിൻ ലോകത്തെ കുളിരണിച്ച രാജാത്തി എൻ്റെ മുറാദിൻ ലോകത്തെ കുളിരണിച്ച രാജാത്തി സ്നേഹമെന്തെന്നറിഞ്ഞു ഞാൻ സ്വപ്നമെന്നിൽ വിരുന്നായി സ്നേഹമെന്തെന്നറിഞ്ഞു ഞാൻ സ്വപ്നമെന്നിൽ വിരുന്നായി മൂകരാവുകൾ അഭിലാഷ നോവുകൾ അതിൽ നിന്റെ ഓർമ്മകൾ നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ നമ്മളൊന്നും ഒന്നല്ലേടി നമുക്കൊരു മനമല്ലയോ പെണ്ണേ നീ എൻ്റെ സ്വന്തമല്ലയോ? കൽബിനകത്തെ നിക്കാഹിൽ നീയും ഞാനും ഇണയല്ലേ പാലൊളി ചന്ദ്രിക നീയല്ലേ എൻ്റെ ഉലകവും നീയല്ലോ പാലൊളി ചന്ദ്രിക നീയല്ലേ എൻ്റെ ഉലകവും നീയല്ലോ എന്തിനെന്നെ മറന്നു നീ എങ്ങ് ദൂരെ മറഞ്ഞു നീ എന്തിനെന്നെ മറന്നു നീ എങ്ങ് ദൂരെ മറഞ്ഞു നീ മൂകരാവുകൾ അഭിലാഷ നോവുകൾ അതിൽ നിന്റെ ഓർമ്മകൾ നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ നമ്മളെന്നും ഒന്നല്ലേടി നമുക്കൊരു മനമല്ലയോ പെണ്ണേ നീ എൻ്റെ സ്വന്തമല്ലയോ നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ നമ്മളെന്നും ഒന്നല്ലേടി നമുക്കൊരു മനമല്ലയോ പെണ്ണേ നീ എൻ്റെ
സ്വന്തമല്ലയോ. അടിപൊളി. ഈ അവസരത്തിൽ 90s കിഡ്സിനെ റെപ്രസെന്റ് ചെയ്ത ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഒരു സമയത്ത് അതായത് പിന്നെ ജൂക്ക് ബോക്സ് ഈ ആൽബം സോങ്സ് ഒക്കെ പ്ലേ ചെയ്തോണ്ടിരുന്ന ലൈവ് മ്യൂസിക് ഷോസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആൽബം സോങ്സിന്റെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചോണ്ടിരുന്ന പാട്ടാണ്. ഒരുപാട് 90s കിഡ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഇത് കേട്ട് കൂടെ പാടിയിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് ബ്രോ. ഒരുപാട് പേരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് അന്ന് പാട്ടങ്ങനെ വലുതായിട്ട് പാടലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ടി വിയിൽ വരുന്ന സമയത്ത് അന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു ഇതൊരു വേദിയിൽ പാടാൻ പറ്റിയിരുന്നെങ്കിൽ. അന്ന് പാട്ടിൽ അങ്ങനെ വലിയ രീതിയിൽ പോലുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യം ഇവിടെ ഒക്കെ വരുന്നു പാടാൻ പറ്റിയെങ്കിൽ. താങ്ക് യു. ഉഷാറായിട്ട് പാടിക്കും. ഇനി നമുക്ക് ആ ഘനഗംഭീര്യമുള്ള സൗണ്ട് ഒന്ന് കേൾക്കാം ഷൈചേട്ടന്റെ. അദ്ദേഹം മെസ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരം നിലക്കുന്ന കാഴ്ച. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. The king arrived, ലയണൽ മെസ്സി. അടിപൊളി. ശരിക്കും ഇത് ഏറ്റവും അവസാനേ പറയാറുള്ളല്ലേ? എനിക്ക് തോന്നിയത് കാരണം പ്രോഗ്രാമിന് പോകുമ്പോൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം നമ്മളുടെ സുഹൃത്താണ്. നമ്മുടെ കലാഭവന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പൊ ഞങ്ങള് നിരന്തരമായ മീറ്റിങ്ങുകളിൽ കാണാറുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്യാറുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ. പുള്ളി ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഫോണിലൂടെ? അല്ലല്ല, അത് കമന്ററി പറയും. ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം അല്ലെ, വന്ന പാട്ടാണെങ്കിലും ചെയ്ത എമിറ്റേറ്റ് ചെയ്ത വോയിസ് ഒക്കെ ആണെങ്കിലും ഉഷാർ. നസീർക്ക അല്ല നന്നായിരുന്നു കേട്ടോ. നമ്മളെ ഒന്ന് രണ്ട് വോയിസ് ഒക്കെ ആദ്യം കേൾക്കുന്നുണ്ട്. ചുട്ടിപ്പാറയുടെ ഒക്കെ അപൂർവമായിട്ട് കേൾക്കാറുള്ളൂ. അതൊക്കെ ഗംഭീരമായിരുന്നു. അതേപോലെ പാട്ട് ഗംഭീരമായിരുന്നു. വീണ്ടും വരിക ഇങ്ങോട്ട് തന്നെ. പുതിയ സ്റ്റാറുകളെ പഠിച്ച് പുതിയ പാട്ടുകൾ പഠിച്ച് വീണ്ടും വരിക. ജാബർ ഷാടാ എനിക്ക് തോന്നുന്നു മൊത്തം കോസ്റ്റ്യൂം ഉൾപ്പെടെ ബോഡി ലാംഗ്വേജ് തന്നെ മാറിയിട്ടുണ്ടല്ലേ? മൊത്തം ഒരു ഇത് എന്താ ഒരു ഗെറ്റപ്പ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കലാപരമായിട്ട് ഇപ്പൊ ചെയ്ത കാര്യങ്ങളും അങ്ങനെ തന്നെ ഉണ്ടോ? നല്ല അപ്ഡേഷൻ ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഏട്ടാ. ജാബിർ ഷാ നല്ല ലുക്കാണ് കേട്ടോ. ഫേസും നിങ്ങളുടെ ഹെയർ സ്റ്റൈലും ഒക്കെ അത് ഇതിന്റെ കൂട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, എല്ലാം ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായ ഒരു ആർട്ടിസ്റ്റ് ആവട്ടെ. താങ്ക് യു പ്രസാദ്. ജാബിർ ഷാ ഒത്തിരി വൈകിട്ടാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത്. ഇനി ഇതുപോലെ വൈകാതെ ഇടയ്ക്കിടയ്ക്ക് വരിക. പുതിയ ഐറ്റങ്ങൾ ഒരു ഫ്ലോറിൽ പോയി കീച്ചണം എന്നുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും പറ്റിയ ശരി. കാര്യം ഇവിടെ വേറെ തന്നെ ഐറ്റങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഒത്തിരി സന്തോഷം ബ്രദർ, കണ്ടതിലും പരിചയപ്പെടാൻ സാധിച്ചാലും. ഉഷാറാവട്ടെ. ഇനി നമ്മൾ ഈ വേദിയിൽ ഇവിടെ വെച്ച് കാണും. ജാബിർ ഷായ്ക്ക് ഒരു നല്ല കൈഡി. ദിസ് ഇസ് ജാബിർ ഷാ ഫ്രം വയനാട്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ്, അടുത്ത ടീം റെഡിയാണ്. വിളിച്ചു. നമ്മുടെ ചിത്തൻ ചേട്ടനുണ്ട്, ബിന്ദാ ചേട്ടനുണ്ട്, കൂടെ വിഷ്ണുണ്ട്. ഒരു നല്ല കൈഡി. ഇതന്നെ ലെക്സിന്റെ സോപ്പോ? എന്ത് അല്ല, കോസ്റ്റ്യൂം അതുപോലത്തെയാ? ഇടാ, ഞാനിത് ഈ ഉത്സവത്തിന് വേണ്ടി ഞാൻ നെയ്യാറ്റിങ്കരന്ന് ഞാൻ പോയി എടുത്തോണ്ട് വന്ന ഈ ഉത്സവത്തിന് വേണ്ടി ആണല്ലയോ? അത് എനിക്ക് തെറ്റുപറ്റിയതാണ്. കുലുക്കി സർബത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന നടുവുവേദന, സന്ധിവേദന, ഒട്ടുവേദന എന്നിവക്ക് അത്യുത്തമമാണ് കുലുക്കി സർബത്ത്. ഷർട്ടിട്ട് വരുന്ന ചേട്ടൻ ഒരു കുലുക്കി സർബത്ത് കൊടുക്കും. എന്റെ കടയുടെ പ്രൊമോഷനാ. ഞാനായിട്ട് എന്റെ കടയുടെ പ്രൊമോഷൻ ഉണ്ടാക്കി വെച്ചത്. എങ്ങനെയുണ്ട്? അതെ, ഒരു മിനിറ്റ്. ഉത്സവത്തിന്റെ അനൗൺസ്മെന്റ് ഒന്ന് ചെയ്യണമായിരുന്നു. ബാക്കി നടക്കട്ടെ. എടി, നീ അതെല്ലാം കറങ്ങിയെടുത്ത് കാണാടി. ഹലോ ഭക്തേരകളെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇന്ന് രാത്രി 9:30 നടത്തേണ്ടിയിരുന്ന നാടകം ഇന്ന് രാത്രി 9:30 നടക്കത്തില്ല. ഒരുമാതിരി തെണ്ടിത്തരം പറയരുത് കേട്ടോ. നാട്ടുകാരുടെ മുന്നിൽ കാശ് മുഴുവൻ മേടിച്ചിട്ട് നാടകം നടക്കത്തില്ലെന്നോ? എടാ, നാടകം നടക്കൂടാ. നാടകം നടക്കും. എനിക്കത് കേട്ടാ മതി. കൃത്യം 9:30 തന്നെ നാടകം നടക്കത്തില്ല. ഒരുമാതിരി ഫാദറില്ലായ്മ കാണിക്കരുത്. ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞ നാടകം നടക്കൂന്ന്? ഞാൻ അതാണ് പറഞ്ഞത്. എടാ, ഈ നാടകത്തിന്റെ പേരാണ് നാടകം നടക്കത്തില്ല. അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. നാടകത്തിന്റെ പേരാണ് പറഞ്ഞത്. അതിന്റെ പേര് നിങ്ങളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചേച്ചീനെ പറ്റി നിങ്ങൾ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ഈ മുടി മുഴുവൻ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. ചേച്ചീനെ എവിടെ കൊണ്ടു? നിങ്ങൾ എവിടെ മുല്ലപ്പൂ മേടിച്ചു കൊടുത്തു? വേണ്ട, മുല്ലപ്പൂ നീ കണ്ട വിലയല്ലേ? ചേച്ചിയുടെ മുടി മുഴുവൻ മുല്ലപ്പൂ അല്ലയോ? നീ അവളെന്തോ ചെയ്യുന്നത് കണ്ടോ? പോപ്കോൺ മേലോട്ട് എറിയുന്നു. ആ എറിയുന്ന പോപ്കോൺ ഒരെണ്ണം അവിടെ വായിലോട്ട് വീഴുന്നില്ല, എല്ലാം മുടിയിലാ വന്ന് വീഴുന്നത്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് മേടിച്ചു കൊടുത്തായിരിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കാണാതിരിക്കുവായിരുന്നു. എന്തിനാ?
ഈ കടയുടെ പരിസരത്ത് മുഴുവൻ ഭയങ്കര എലിശല്യമാണ്. നിങ്ങൾ കാശ് വന്ന് മേടിക്കുന്നില്ലല്ലോ, മുഴുവൻ എലിശല്യം ഇതിന്റെ അകത്ത്. എലിശല്യമാണ് ഇവിടെ. നീ ഒരു കാര്യം ചെയ്യും, ഇത് പൊളിച്ച് നീ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് പരിപാടി നടത്തും. അവിടെ വെക്കാൻ പറ്റത്തില്ല, അവിടെയും ഭയങ്കര എലിശല്യം. അവിടെ എലിശല്യമാണോ? ഒരു കാര്യം ചെയ്താൽ മതിരാ, ഒരു എലിപ്പട്ടി മേടിച്ച് വീട്ടിൽ വെച്ചാൽ മതി. അയ്യോ, എലിപ്പെട്ടി മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല, എലി കയറുന്നില്ല. ഒരു കാര്യം ചെയ്യും, വീട്ടിൽ കപ്പയുണ്ട്, ഒരു കഷ്ണം കപ്പ എടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ കപ്പ വെച്ചായിരുന്നു. അപ്പൊ ഒരു എലി വന്ന് അത് തിന്നിട്ട് ഒരു ക്ലിപ്പ് അതെ കുത്തിയിട്ട് പോയേക്കുന്നു. എന്തുവാ? ദൈവത്തെ ഓർത്ത് ഇനി കപ്പ വെക്കല്ലേ, എനിക്ക് ഗ്യാസ് ആന്ന്. അത് ശരി. അപ്പൊ എഴുത്തും വായന അറിയാവുന്ന എലിയാ? എനിക്കറിയാൻ പാടില്ല. കപ്പ ഇല്ല, വേണ്ട, ഒരു കഷ്ണം തേങ്ങാപ്പൂള് പോയി. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഈ കണ്ട വില കൂടിയിരിക്കുന്ന സമയത്ത് ഇനി തേങ്ങാപ്പൂളോടെ വെച്ചു കൊടുക്കാം ഞാൻ. ഒരു കഷ്ണം ഉണക്കമീൻ എടുത്തു പോയിടാ അതിനകത്ത്. പച്ചമീനൊക്കെ എന്നാ വിലയാണെന്നറിയോ? അപ്പോഴാണ് ഉണക്കമീൻ വെക്കുന്നു പോകും അവിടുന്ന്. അപ്പൊ നിന്റെ വീട്ടിൽ കപ്പ ഇല്ല, ഇല്ല, ഉണക്കമീൻ ഇല്ല, ഇല്ല, തേങ്ങാപ്പൂളും ഇല്ല. ഇല്ല. നീ ഒന്നും ചെയ്യണ്ട, എലി പട്ടിണി കിടന്ന് ചത്തോളും. നീ അതിനെ ഒന്നും ചെയ്ത് പിടിക്കണ്ട. എന്നാ വെള്ളം വാങ്ങിച്ചെണ്ണ എന്തോണ്ടാ? സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ. എടാ നിന്റെ സുഖം അന്വേഷിക്കാൻ വന്നല്ലേ, എന്തോണ്ട് കുടിക്കാൻ? എന്തോണ്ടെന്ന് കുടിക്കാൻ ചേട്ടാ? കുലിക്ക് സർബത്തുണ്ട്, സോഡാ സർബത്തുണ്ട്. എടാ എന്ത് പരിപാടി? എനിക്ക് സോഡാ സർബത്ത് മതി. എന്റെ സോഡാ സർബത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്റെ സോഡാ സർബത്ത് എന്താ ഷർട്ട് മുണ്ട് ഇട്ടുകൊണ്ട് വരുവോ? അതല്ല, ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 കറിവേപ്പിലൊക്കെ ഇടും. സെറ്റപ്പ് സാധനം റെഡി ചെയ്തേ ചേച്ചി. ചേട്ടാ പിന്നെ അച്ഛന് മരുന്ന് കൊടുക്കണ്ടായിരുന്നു, അത് കൊടുത്തില്ലല്ലോ. അതിന്റെ സമയം എന്താ? സമയം ചേച്ചി 8:30. വെള്ളവെത്തിയേ ഞാൻ ഇപ്പൊ തരാം, എന്റെ ഇത് തെറ്റാ. ഇത് എന്തോരം ചെറുക്കനാണിത്. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇന്ന കാര്യം നടക്കത്തില്ല, നമുക്ക് അവിടെ വളക്കട കയറിട്ട് വരാം. നിങ്ങളുടെ വിളിച്ചു കേട്ടാത്തൊന്നും അവിടെ സ്വർണ്ണക്കടയിൽ നിന്ന് വളം മേടിച്ചു തരാനാണ്. ഏതെടുത്താൽ 5 രൂപ കിട്ടുന്ന സാധനം വാങ്ങിച്ചു തരാനില്ലേ? അങ്ങനെ എന്നെ പറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട. നമുക്കത് ചേച്ചി ചേച്ചി റെഡിയായി റെഡിയായി റെഡിയായി. എന്റെ അനിയാ നില്ലേ ഇപ്പൊ ചോദിക്കും സമയം എത്രയായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പോലെ 9:30 പറഞ്ഞു. താണ്ട മനുഷ്യ, ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ചാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് താണ്ടെ റെഡിനകത്തൊക്കെ കയറാം. ഇതിൽ ആകാശൂഞ്ഞാലിൽ ഇങ്ങനെ കയറുന്നതിനകത്ത് അതിനകത്ത് കയറുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അത് വേണ്ടെന്ന് എടി, അത് ഭയങ്കര പ്രശ്നം. അതിനകത്ത് മേളിലോട്ട് കയറിച്ചത് ഭയങ്കര ഇതാ. പറത്ത് വിട്, ഇങ്ങനെ കൂട്ടിൽ അടച്ചിടല്ലേ ചേച്ചി. പറത്ത് പെണ്ണുമ്പോഴാണ് ഞാൻ നോക്കണം. അതിനകത്ത് കയറി എന്തെങ്കിലും സംഭവിച്ച ആരും ഉത്തരവാദിത്തം പറയും. ചേട്ടാ എനിക്ക് അതിനകത്ത് കയറണം ചേട്ടാ, പ്ലീസ്. എനിക്കത് കയറണം ചേട്ടാ. കൈകാൽ കഴപ്പ്, തരിപ്പ്. സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കും. ഇടയ്ക്ക് അത് കംപ്ലൈന്റ്. അത് ഞാൻ പറഞ്ഞല്ലോ, കുലിക്ക് സർബത്തുണ്ട്, സോഡാ സർബത്തുണ്ട്. കുലിക്ക് സർബത്ത് വേണ്ട, സോഡാ സർബത്ത്. ചേട്ടാ ഈ സോഡാ സർബത്ത് വേണ്ട, കുലിക്ക് എടുക്കാം, അതാ രസം. എടാ കുലിക്ക് വേണ്ട, സോഡാ സർബത്ത്. വയറിനൊക്കെ സുഖം കുലിക്കാന്ന്. എടാ ഞാൻ സോഡാ സർബത്ത് കുടിച്ചിട്ട് സുഖത്തിന് വേണ്ടി ഞാൻ വയറ്റി തടയിക്കോളാം. ഒരു കാര്യം ചെയ്യും, കുലിക്ക് കുടിച്ചിട്ട് പറ, ഇഷ്ടപ്പെട്ടില്ല പൈസ തരണ്ട. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഞാൻ ഇതില് നാരങ്ങ പിരിഞ്ഞിടും, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇടും. ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിക്കും. ഇടാ എന്ത് പെട്ടെന്ന് തരുമെങ്കിൽ താത് തീർന്നില്ല, ഇനിയൊരു ചെറിയ പരിപാടി കൂടി ഉണ്ട്. ചെറിയ പരിപാടിയാ? ഇനി ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. എന്തുവാ? നില്ല്, ഇപ്പൊ തരാം. എന്നാടാ? എടാ താടാ, കുലുക്കി സർബത്ത് താടാ, കുലുക്കി സർബത്ത് താടാ. കുലുക്കിയേക്കാളും നല്ലത് സോഡാ സർബത്താ. ഞാൻ ചോദിച്ചാണോ ഈ കുലുക്കി സർബത്ത് വേണ്ട വേണ്ടെന്ന് നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞ? അങ്ങ് നിന്റെ കുണുക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞാണെങ്കിൽ സോഡാ സർബത്ത് മതിയെന്ന്. അപ്പൊ അതിന്റെ കുണുക്കി സർബത്ത്. ചേച്ചി അവള് മറ്റേ റൈഡിൽ കയറിയതാ. അവള് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, ഒരു ഭയങ്കര ധൈര്യമാ. ചേച്ചിയല്ല പോയത്, അവള് മറ്റേ ആട്ടുതൊട്ടിൽ കേറിയില്ലേ? ഞാൻ പറഞ്ഞില്ല, അവള് ഭയങ്കര ധൈര്യം എന്ന് പറഞ്ഞു. ആണല്ലേ? ഭയങ്കര ധൈര്യം. എടാ ഇരട്ട ചെങ്കാണെന്ന്. ആണോ? കൊല്ലണേന്നല്ലേ ചേച്ചി പറഞ്ഞേ? അങ്ങനെ പിന്നെ അവിടെ വീട് കൊല്ലത്താണല്ലോ. അപ്പൊ അടുത്തിരുന്ന ആരെങ്കിലും ചോദിച്ചാണ് വീട് എവിടെ ചോദിച്ചപ്പോ കൊല്ലത്താ അങ്ങനെ പറഞ്ഞതായിരുന്നു. അതാ 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 ചേട്ടനല്ലേ പറഞ്ഞ ചേച്ചി നിരീശ്വരവാദിയാന്ന്? എടാ അത് പണ്ട്. ഇപ്പൊ അവിടെ അടുത്ത് നോക്കണം, 133 കോടി ദേവതകൾ അവിടെ
ചുറ്റിനും കാണും ഇപ്പം. ആണല്ലേ? ആ ചേട്ടാ തൊട്ടി നിന്ന് പോയത് ആണോ? ആ എടി ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ ഈ സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സിനെ വിളി. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? ആ തെക്കക്കരയുടെ ഉത്സവം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും ഇങ്ങോട്ട് വരികയും വേണ്ട, പോലീസും വേണ്ട, ഫയർഫോഴ്സും വേണ്ട. ശരിയെന്നാ എന്തിനാ വരുന്നത്? ചേച്ചി താഴെ ഇറക്കണ്ട്. ഒരു അരമണിക്കൂറൊക്കെ ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് നടന്നോട്ടെ. എന്നെ അവിടെ ഇരുന്നോട്ടെ. അല്ല ചേച്ചിയെ കാണുന്നില്ല, വാനിഷായി പോയോ? അവളുടെ സ്വഭാവത്തിനുള്ള വാനിഷാണ്ട സമയം കഴിഞ്ഞ്. നേരത്തെ ഇങ്ങനെ വാനിഷായിട്ടുണ്ടോ? പിന്നെ വാനിഷ ചേട്ടാ ഒരു തെയ്യം. ഞാൻ പറഞ്ഞാണ് കേറേണ്ടത്. അപ്പൊ നീ തള്ളിക്കറിക്കോട്ട് പോയി. ഒരു കാര്യം ചെയ്യ്, വീട്ടിലോട്ട് പോ. കുടുംബത്തിലെ പെണ്ണുങ്ങളെ എന്നെ ഇത് കണ്ടു കഴിക്കാനുണ്ടല്ലോ. അവളുമാരെല്ലാരും കൂടെ എന്നെ എടുത്തിട്ട് പൊങ്കാനയിടും. ഞാൻ എന്റെ മുടി വെച്ച് ഷൈൻ ചെയ്തോണ്ടിരുന്നതാ. 35,000 രൂപ കൊടുത്ത് ഞാൻ റെഡിയാക്കി വെച്ച എന്റെ മുടി അതാണ്ടാ കാറ്റടിച്ചതിനകത്ത് എങ്ങനായി നിങ്ങൾക്കറിയാവോ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ പുറത്തുനിന്ന് എടുത്ത് താഴെ ചാടിയത് അവിടെ പറയെടുക്കാൻ നിന്ന് ആനയുടെ മേളി. എന്നെ കൊണ്ട് 33 വീട്ടിൽ പറയെടുപ്പിച്ചിട്ടാ എന്നെ ഇവിടെ തിരിച്ചുകൊണ്ടാക്കിയത്. അത് ശരി. എങ്ങനെ ഇട്ട് ക്രൂശിക്കരുത്. ചേച്ചി ഒരു മനുഷ്യസ്ത്രീയാണ്. മനുഷ്യസ്ത്രീ ചെവി തരിക്കുന്ന ഞാൻ നമ്മളെ സമാധാനിപ്പിച്ചോട്ടെ. എന്താ ഏട്ടാ പറയാത്ത? അല്ല, നിന്റെ മൺമൺ ഷോ കഴിയട്ടെ. എന്നിട്ട് ഞാൻ നിന്റെ കഴിഞ്ഞ പിന്നെ സംഭവിച്ചു. ഇനി ഞാൻ പറയുന്ന മോള് കേൾക്കണം. കൈകാൽ കഴപ്പ്, തരിപ്പ്. സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ട അടഞ്ഞു. ഒന്ന് സമാനന്താ. കംപ്ലൈന്റ് അത്. എന്ത് കംപ്ലൈന്റ്? അങ്ങോട്ട് മാറി. അവളെ സമാധാനിപ്പിച്ചോട്ടെ. അതായത് ഇത് വന്ന് ശരിക്കും പറഞ്ഞാല് നമ്മളിത് വീട്ടിൽ ചെന്ന് കൈകാൽ കഴപ്പ്, തരിപ്പ്. സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെ നിൽക്കുമോ? ഇതിപ്പോ നമ്മള് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഈ മുടി കറക്റ്റായിട്ട് നമ്മളത് ശരിയാക്കി അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. കൈകാൽ കഴപ്പ്, തരിപ്പ്. സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് അസ്ഥാനത്ത് അവിടെ ഇവിടെ ഒക്കെ കയറിയെന്ന് സംസാരിക്കുന്നു. അതായത് മോളെ ഞാനേ ഈ പറഞ്ഞെന്താന്നറിയാമോ? അവിടെ കട ഉള്ള കൈകാൽ കഴപ്പ്. നീ ഒറ്റൊരുത്തരാണ് ഇത് കാരണം. ഇവിടെ നിന്നപ്പോഴത്തേന് ഞാൻ അവളെ കയറുന്ന പറഞ്ഞപ്പോ നീയാണ് സപ്പോർട്ട് ചെയ്ത്. നീ ഒറ്റൊരുത്തൻ കാരണം ഇത് നടന്ന് നിന്നെ സമാധാനം ഉണ്ടാക്കണം. അവളിപ്പൊ ചാവുന്ന പറയാം. എന്റെ ഒരു സമാധാനം ഉണ്ടാക്കണം. എനിക്കറിയാൻ പാടില്ല. ഞാൻ വല്ലതും പറഞ്ഞ അവരത് ജഡ്ജ്മെന്റിൽ പറയില്ല. ഞാൻ വിളിച്ചു വല്ലതും പറഞ്ഞ നീ സമാധാനം ഉണ്ടാക്കി. നില്ലേ ചേച്ചി ഇത് എത്ര രൂപ ഇട്ട് ശരിയാക്കി? 35,000 റെഡിയാക്കി വെച്ചേക്കുവോ? എന്റെ വീടിന്റെ അടുത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്. ഇത് ഞാൻ അവിടെ കൊണ്ട് ശരിയായി തരാം. ചേച്ചി വാ. നീ അവിടെ പോണു? എന്റെ ചേച്ചി വരാതെ എന്റെ കാലമായിട്ട് വിടുന്നാ മതി. ഇത് നന്നാക്കാൻ നീ ഒറ്റക്ക് പോയാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അങ്ങനെ ശരിയാക്കുമെന്ന്. എടാ, ഇത് ശരിയാക്കാനായിട്ട് നീ പോകേണ്ട കാര്യമില്ല. ഇത് അങ്ങോട്ട് കൊണ്ട് വന്നാൽ മതി. നല്ലൊരു ഉത്സവപ്പുറമായിരുന്നു. നല്ലൊരു ഐഡിയ വരട്ടെ. ചേട്ടാ വിഷ്ണു, ചിത്ത, ബിൻരാജേ, എന്തു പറ്റി? ഒരു ചെറിയൊരു പിടുത്തമുണ്ട് സ്കിറ്റിൽ മൊത്തം അല്ലേ? എനിക്ക് തോന്നണത് ആ കുലുക്കി സർബത്ത് തുടങ്ങിയിട്ടാണ് കുറച്ച് കയറിയത്. ആ മണിച്ചേട്ടൻ്റെ പാട്ടും അതിൻ്റെ ആക്ഷനും കാര്യങ്ങളും വിഷ്ണുവിൻ്റെ ആ സംഭവം കാര്യങ്ങളൊക്കെ നന്നായി. അതുവരെ എനിക്ക് തോന്നുന്നത് വളരെ തളർന്നിരിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ കളിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരല്ല. ഒരു മിഡിൽ ഭാഗം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല സ്കിറ്റ് ആയി മാറിയേനെ അത്. പിന്നെ ബിനുരാജ് കുറച്ച് നേരം ഒഴിഞ്ഞു നിന്നത് എനിക്ക് തോന്നുന്നു ആ ഹ്യൂമറുകളെല്ലാം നമുക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. കാരണം
അതിനകത്ത് കയറിയിട്ടുണ്ട് നമ്മളെല്ലാം. അത് കറങ്ങണം കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കണത് നമ്മൾ ആ വേരിയേഷൻ ഭയങ്കര രസമായിരുന്നത്. ബിൻരാജിനെ കാണാതെ തന്നെ അത് വോളിയം കൂട്ടി കുറക്കണേ തന്നെയല്ല, അതിനകത്തൊരു ഭയമുണ്ട്, ഭയങ്കര ഒരു പേടിയുണ്ട്, ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അതെല്ലാം ഭഗവാനെയാണ്. അത് കുറച്ച് മാറി നിന്നെങ്കിലും അങ്ങനെ ഒരു നല്ലൊരു സാധനം നമുക്കൊന്ന് ഓഡിയോന്ന് കിട്ടി. ബിൻരാജിനെ സെൻട്രൽ ഇവിടെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി മനോഹരമാക്കായിരുന്നു. അത് ഇത് വേണമായിരുന്നു ഇവിടെ. അത് ഭയങ്കരമാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് സങ്കടം, ഞങ്ങൾ നേരിട്ട് കാണാതിരുന്നുകൊണ്ടും ആ തമാശകൾ കണ്ട് കേൾക്കാതിരുന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷമം വന്നത്. പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമായിട്ട് ചെയ്യണം, എന്തായാലും ചെയ്യണം, തിരിച്ച് എന്തായാലും വരണം. ചിത്തനൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ്. ചിത്തനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ചിത്തൻ്റെയൊക്കെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ പുട്ടുകുട്ടാ ചിരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും താഴ്ന്നു കൊടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരിക്കലും താഴെയരുത് കേട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ് ഏട്ടാ. ഈ അമ്പലപ്പറമ്പ് എന്ന് കേട്ടപ്പോൾ തന്നെ, അത് കണ്ടപ്പോൾ തന്നെ വളരെ മനസ്സിനകത്തൊരു നല്ല കുളിർമയായിരുന്നു. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് അമ്പലപ്പറമ്പിൽ നിന്ന് അമ്പലപ്പറമ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നൊസ്റ്റാൾജിയ ഫീലാണ്. മാത്രമല്ല ഈ മിമിക്സ് പരേഡ് എന്ന് പറയുന്നത് പണ്ട് തുടങ്ങുന്നത് തന്നെ ഈ പൂരപ്പറമ്പിൽ നിന്നാണ്. അതും ഞങ്ങൾ ഈ പറഞ്ഞ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഭയങ്കര പ്രതീക്ഷയിലാണ് തുടങ്ങിയത്. പക്ഷെ സ്റ്റാർട്ടിങ് പറഞ്ഞ ആ ഒരു ഒരു കൗണ്ടർ ഉണ്ടല്ലോ, നാടകം നടക്കത്തില്ല എന്ന് പറയുന്ന സാധനം, അത് തന്നെയായിരുന്നു നാടകത്തിൻ്റെ പേര്. ആ സ്റ്റാർട്ടിങ് ഒക്കെ വന്നു. പിന്നെ ബാക്കി ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു സ്ലോ വന്നു. പിന്നെ ആ കുലുക്കി സർപ്പത്തിൻ്റെ ഏരിയ വന്നപ്പോൾ ഭയങ്കര കോമഡി വന്നു. അവസാനം ഇത് കറക്കി വന്നു. അവസാനം കുലുക്കി സർപ്പത്ത് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ള പോർഷനൊക്കെ നമ്മൾ ശരിക്കും നന്നായിട്ട് ചിരിച്ചു. ഏറ്റവും കൂടുതൽ ചിരി വന്നത് മറ്റേ അതിലെ ട്രപ്പീസ്, അതിൽ കയറി ആ പോകുന്ന സാധനം നമ്മൾ നന്നായിട്ട് ചിരിച്ചു. അങ്ങനെ കുറേ ചിരിക്കാനുള്ള നല്ല കുറേ പോർഷൻസ് ഉണ്ടായി. പക്ഷേ ഇടയ്ക്കൊരു ചെറിയ ലാഗ് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലൈമാക്സ് പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നില്ല, അത്രേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ തന്നെ നെക്സ്റ്റ് ടൈം ഗംഭീരമായിട്ട് വരുമെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വരുമെന്ന് നല്ല ഉറപ്പാണ്. ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഉത്സവത്തിൻ്റെ ഒരു ഓളം കിട്ടിയില്ല. നമ്മൾ ഉത്സവം കാണിക്കുന്നതിൻ്റെ ഒരു പഞ്ചുണ്ടല്ലോ, ഒരു ടെമ്പോ ഉണ്ടല്ലോ, ആ ഒരു ടെമ്പോ മൊത്തം സ്കിറ്റിൽ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ആ ചില സാധനങ്ങളുള്ളത് നല്ല വൃത്തിയുള്ള സാധനങ്ങളാണ്. പിന്നെ ഒന്ന് രണ്ട് സാധനം നമ്മൾ പഴയ കേട്ടതുണ്ടോ, ഏതാ ഒന്ന് ആ ചോളം മുടിയെ വീഴുന്നത്, രണ്ടാമത് എലിയുടെ ഇതിൻ്റെ സാധനമേ, അതൊക്കെ നമ്മൾ നേരത്തെ കേട്ടുപോയിട്ടുള്ള സാധനങ്ങളാണ്. അതിൻ്റെ ഇതൊക്കെയാണ് നമ്മളിത് കേട്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിൽ നിങ്ങൾ തന്നെ കളിച്ചതോ അല്ലെങ്കിൽ വേറെ ടീം കളിച്ചതോ അതിൻ്റെ ഒരു പഞ്ച് കിടക്കുന്നതുകൊണ്ടായിരിക്കാം. ആ ഒരു കുറവുണ്ട് ഇതിൻ്റെ അകത്ത്, ആ ചിരിയുടെ ഒരു കുറവുണ്ട്. പക്ഷേ ആ ഉള്ള നല്ല ചിരികൾ അത് ചിരി തന്നെയാണ്. നല്ല സാധനങ്ങളായിരുന്നു അതെല്ലാം. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കണം. രാജ് ഫസ്റ്റ് ടൈമാണോ ഫീമെയിൽ വേഷം കിട്ടുന്നത്? ഇവിടെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം. കൊള്ളാം കേട്ടോ, ഫീമെയിൽ വേഷം ചെയ്യാൻ പറ്റും. ഇന്നാണ് കറക്റ്റായിട്ട് ചെയ്തൊരു ദിവസം. സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഈ സുന്ദരിയെ കാണാൻ 2 സുന്ദരികൾ വന്നിട്ടുണ്ട്. ബിൻരാജിന്റെ ഫാമിലി വന്നിട്ടുണ്ട്. വൈഫും മകളും വന്നിട്ടുണ്ട്. അപ്പൊ 2 പേരും കൂടെ നമുക്ക് വിളിക്കാം. ഒരുപാട് സ്നേഹത്തോടെ ബിൻരാജിന്റെ വൈഫിനെ മകളെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കുടുംബത്തിലേക്ക്. രണ്ടുപേർക്കും നമസ്കാരം. ഇത് എവിടെയെങ്കിലും കണ്ട് കേട്ടോ? അല്ല, ബിൻരാജിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കണത് ടിവിയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ അടുത്ത് നിന്ന് സാരി ഉടുത്ത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആ മേക്കപ്പ് ചെയ്ത് കൊടുത്തത് ചിലപ്പോ അല്ലേ? പേരെന്താണ് വൈഫിന്റെ പേരെന്താ? അനിത. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജോലി? ഹൗസ് വൈഫാണ്. മോളോ? നന്ദന. എത്രയിലാ പഠിക്കുന്നത്? 9th പഠിക്കുന്നു. കുന്നിക്കോട് APPM VCC. ശരി, ഓക്കെ. എങ്ങനെയാ അച്ഛന്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് അച്ഛൻ? വീട്ടിലൊക്കെ എങ്ങനെയാണ് ഐറ്റം വേറെയിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ എങ്ങനെയുണ്ട് അച്ഛന്റെ? സത്യം പറയണമെന്നില്ല, ഇങ്ങനെ തന്നെയാണ്. അല്ല, മോടെ സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ കാണാറുണ്ടല്ലോ, എന്താ പറയുന്നു? അവരൊക്കെ എന്താ പറയുന്നു? നല്ലതാണ്, ഞാൻ വന്ന് പറയുകയൊക്കെ ചെയ്യും. പറയും കൊള്ളാം, നല്ല രസം. ഇന്നലത്തെ പരിപാടി കണ്ടിരുന്നു, ഗംഭീരമായിരുന്നൊക്കെ പറയും. വീട്ടില് എന്നെ ജഡ്ജ് ചെയ്യുന്നത് പുള്ളിയാണ്. കൊള്ളത്തിലെ പച്ചയ്ക്ക് മുഖത്ത് വെക്കാൻ പറയാം. അതിനകത്ത് സ്നേഹബന്ധമൊന്നും കാണിക്കത്തില്ല. നല്ലതാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് അമ്മയും മോളും ഇത് കണ്ടതല്ലേ ഇവരുടേത്? മോളുടെ ഒരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞത് കൂടാതെ ഇത് കണ്ടിട്ട് മോൾക്ക് എന്ത് തോന്നുന്നു? ഒരു അഭിപ്രായം പറയാം. ഏതായാലും പച്ചയ്ക്ക് അച്ഛനോട് വീട്ടിലെല്ലാ കാര്യവും പറയുന്നല്ലേ, ഒന്ന് പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, കൗണ്ടർ കുറവുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഉള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് പറ. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു.
അതൊക്കെ തന്നെ. അതെ അപ്പൊ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ അല്ലേ? അത് മതി. അതാ ചെറുക്ക സേഫ് ആയതാ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയതിൽ. നന്ദനമോളുടെ സ്കൂളിലും അവിടെ ഉള്ള എല്ലാവരും ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞേര്. അപ്പം ഞങ്ങളിത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വിട്ടേക്കാം. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. പിന്നെ ചേട്ടൻ്റെ ഫാമിലിക്ക് ഒരു നല്ല കൈയടി. അപ്പോ എത്ര കൊടുക്കാം? ഞാനൊരു 5000 രൂപ കൊടുക്കുകയാണ്. 5000 രൂപ. പ്രസാദേട്ടാ ഫാമിലിയായിട്ട് വന്നതല്ലേ, 6000 രൂപ. 11000 രൂപ. ചുക്കട ചേട്ടാ ബാക്കി പോരാത്ത ഞാനും കൂടി അയച്ചിട്ടുണ്ട്, പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 20000 രൂപ. ഇതെല്ലാം നമുക്ക് ഉഷാറായിട്ട് ഒരു ഉഗ്രൻ സാധനമായിട്ട് ഒരുപാട് കൗണ്ടേഴ്സ് ആയിട്ട് അടുത്ത പ്രാവശ്യം വരണം. ഓക്കെ, നമ്മൾ പൊളിച്ചടക്കണം. ചന്ദ്ര ചേട്ടാ ഞങ്ങളത് കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു നല്ല കൈയടി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റങ്ങളുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗൈസ്. ഇന്ന് തൽക്കാലം നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്ത് പോവാണ്. പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും സ്നേഹാലയത്തിലെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാ തവണയും പോലെ നിങ്ങൾ അടിപൊളിയായിരുന്നു. നമുക്ക് പോവാം. പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ ബൈ പറയത്തില്ല, അടുത്ത എപ്പിസോഡിൽ കാണാനുള്ളതല്ലേ. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വരും ഇതിലും കിടിലും സ്കിറ്റുമായിട്ട്. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.